നമ്മുടെ യൂണിവേഴ്സ്, നമ്മുടെ വിസിബിൾ യൂണിവേഴ്സിന്റെ ഒരു 360 മോഡലാണ്. അതായത് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഭൂമി എന്ന് പറഞ്ഞൊരു സ്ഫിയർ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന് ചുറ്റും ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാ ഭാഗത്തും, അതായത് 360 വ്യൂവിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? സ്റ്റാർസിനെ കാണാൻ പറ്റും. എന്നാൽ നമ്മൾ ഭൂമിയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ലാൻഡ് ആയിരിക്കും കാണുന്നത്. മുകളിലേക്ക് നമ്മുടെ അറ്റ്മോസ്ഫിയർ ഒരുപാട് ലൈറ്റിനെ ഒബ്സ്കർ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ നക്ഷത്രത്തെയും ഒന്നും കാണാൻ പറ്റില്ല. സോ നമുക്ക് ഈ രണ്ട് ബാരിയർ ഇല്ലെങ്കിൽ, നമുക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ല, അതുപോലെ തന്നെ ലാൻഡ് എന്ന ബാരിയർ ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ നൈറ്റ് സ്റ്റേ കാണാൻ പറ്റും എന്നുള്ളൊരു വ്യൂ ആണ് ഈ മോഡൽ. ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ സണ്ണിൻ്റെയും എർത്തിൻ്റെയും സൈസ് കമ്പാരിസണാണ്. ഈ മേലത്തെ വൈറ്റ് ഡോട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡ്രോപ്പായിട്ട് വീഴുന്നത് കാണാം. ഈ വീഴുന്ന ബ്ലൂ എർത്താണ്. അതായത് 13 ലക്ഷം നമ്പർ ഓഫ് എർത്ത് വീണാൽ മാത്രമാണ് ഇത്രയും സണ്ണും കംപ്ലീറ്റ്ലി ഫില്ലാവുന്നത്. ഈ കാണുന്ന ഈ ബ്ലൂ പോർഷൻ അത്രയും 37,063 എർത്ത് ഫില്ലായതാണ്. ഇത്രയും എമൗണ്ട് ഓഫ് എർത്ത് ഫില്ലായിട്ടും സണ്ണിൻ്റെ കുറച്ച് പോർഷൻ മാത്രമേ കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇതിപ്പോൾ കാണുന്നത് നമ്മുടെ ഫിംഗർ സെൽസിലെ സൂം ചെയ്തിട്ട് അതിൻ്റെ 3D സ്ട്രക്ചറാണ്. ഇതിൽ ആദ്യം എപ്പിഡെർമിസ് ലെയർ, അത് കഴിയുമ്പോൾ ടിഷ്യൂസ്, അത് 100 മൈക്രോമീറ്റേഴ്സിലാണ്. ഏറ്റവും ലാസ്റ്റ് ഇതിൻ്റെ ഉള്ളിലാണ് സെൽസ് കാണപ്പെടുന്നത്. നിങ്ങൾ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ HMS ബീഗിൾ എന്ന് പറയുന്ന ഷിപ്പിലാണ്. അതായത് ഡാർവിൻ്റെ ജീവിതത്തിലെ വൺ ഓഫ് ദി മേജർ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ആയ നമ്മുടെ എവല്യൂഷൻ തിയറി, അതുപോലെ തന്നെ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന ബുക്ക്, അതെല്ലാം റിട്ടേൺ ചെയ്തേക്കുന്ന ഈ ഒരു ഷിപ്പ് യാത്രയിലെ ആ ഒരു ഒബ്സർവേഷൻസിന്റെ കൂടെയാണ്. 1831 ഡിസംബറിൽ പ്ലൈമൗത്ത് എന്ന് പറയുന്ന ആ ഒരു പോർട്ടിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ആ ഒരു യാത്ര സ്റ്റാർട്ട് ആവുന്നത്. അത് ഒരു 5 വർഷം നീണ്ടു നിന്ന യാത്രയാണ്. ഈ ഒരു 5 വർഷം കൊണ്ട് അദ്ദേഹം അക്രോസ് ദി ഗ്ലോബ് പോവുകയും തിരിച്ച് ഒക്ടോബർ 1836 പാൾമൗത്തിൽ തിരിച്ചെത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഒബ്സർവേഷൻസ്, അതെല്ലാം ബേസ്ഡ് ആക്കിയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകമായ ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറഞ്ഞ് നമ്മളാണെങ്കിൽ ഒറിജിനൽ സ്പീഷീസ് ഇറക്കിയിരിക്കുന്നത്. 2.5 മില്യൺ ഇയേഴ്സിന് മുന്നേ വടക്കേ അമേരിക്കയിലും യൂറോപ്പിലും ഉണ്ടായിരുന്ന ഒരു ആനിമലാണ് സേബർ ടൂത്ത് ടൈഗർ. ഇത് നശിച്ചുപോയത് ഹ്യൂമൻ ഹണ്ടിങ്ങിന്റെ ഫലമായിട്ടാണ് നശിച്ചുപോയത്. ഹ്യൂമൻസ് ഇതിന്റെ പല്ല് എടുത്ത ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ വേട്ടയാടി ഇല്ലാണ്ടാക്കിയാണ് ചെയ്തത്. ഇതിന്റെ നെയിം ഒരു ഗ്രീക്ക് വേർഡാണ്. ഇതാണ് ഫസ്റ്റ് ആംഫീബിയൻ. ക്രോക്കോഡൈലിനെയൊക്കെ പോലെ 370 വർഷം മുമ്പേ ജീവിച്ചിരുന്നത്. ചിമ്പാൻസികളുടെ എക്സ്പ്രഷൻ ഫേസസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് കമ്മ്യൂണിക്കേഷൻ അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ നോക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മോഡൽ കൊടുത്തേക്കുന്നത്. ഇത് ഓരോ രാജ്യത്തിൻ്റെയും വെറൈറ്റി ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഇതിൽ പ്ലേ ആവുന്നത്. ഇതിലെല്ലാത്തിലും വ്യത്യസ്തമായ ലാംഗ്വേജ് ആണ് കേൾക്കണം. ഇതിലൊരെണ്ണത്തിൻ്റെ അങ്ങനെ എല്ലാത്തിലും 42 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ISRT നിന്ന് വരുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പം ഞങ്ങളുടെ GSFA എക്സിബിഷന് വേണ്ടിയിട്ട് വെച്ച പ്രോജക്റ്റാണിത്. അപ്പോൾ ഇതിൽ ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ബ്ലിങ്ക് ചെയ്യുമ്പോൾ ആ ബ്ലിങ്ക് ചെയ്യുന്ന സിഗ്നൽസിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ട് ഫ്ലാപ്പി ബേർഡ് പറഞ്ഞൊരു ഗെയിം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും. ഇതിൽ ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഐ മൂവ്മെൻറ്റ്സ് നടക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രിക് സിഗ്നൽസ് ഉണ്ടാവുന്നു. ആ ഇലക്ട്രിക് സിഗ്നൽസിനെ നമ്മൾ ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ട് ആംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ അതിന് ആവശ്യമില്ലാത്ത ഫ്രീക്വൻസീസ് ഒക്കെ ഫിൽട്ടർ ഔട്ട് ചെയ്യും. അതിനുശേഷം നമ്മളൊരു ആൽഗോരിതം അപ്ലൈ ചെയ്തിട്ട് അത് ബ്ലിങ്ക് ആണോ എന്ന് ഡിറ്റക്ട് ചെയ്യും. വൺസ് ആ ബ്ലിങ്ക് ആണെന്ന് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാം വഴി നമ്മൾ ഈ ഒരു ഗെയിമിൻ്റെ ഒരു ഇൻപുട്ടായിട്ട് കൊടുക്കും.
ഇതിപ്പോൾ വൺ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. വൺ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് WHO ആണ്. ഏകാരോഗ്യം എന്നാണ് അതിനെ പറയുന്നത്. അതിന് 3 കമ്പോണൻസ് ആണുള്ളത്: എൻവയൺമെൻറ്റ്, ആനിമൽ, ഹ്യൂമൻ. ഈ 3 കമ്പോണൻസിൻ്റെയും വെൽനെസ് മറ്റ് കമ്പോണൻസിനെ ബാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് ആനിമൽ ഹെൽത്ത് എന്ന് പറയുന്നത് അത് ഹ്യൂമനെയും, ഹ്യൂമൻ ഹെൽത്ത് എന്ന് പറയുന്ന ആനിമലിനെയും, ഇത് 2 ഫാക്ടേഴ്സിൻ്റെയും ഹെൽത്ത് എൻവയൺമെൻറ്റിൻ്റെ ഹെൽത്ത് എ ഹോൾ ആയിട്ട് എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് കൺസെപ്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പിക്ചറൈസേഷനാണ് ഇതിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അലാം കോൾസ് എന്ന് വെച്ചാൽ അണ്ണാൻ, കുരങ്ങ്, ആന മുതലായ മൃഗങ്ങൾ എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങളോ എന്തെങ്കിലും അപകടങ്ങൾ വരുമ്പോഴോ ഉണ്ടാക്കുന്ന പ്രത്യേകതര ശബ്ദങ്ങളാണ് അലാം കോൾസ്. ഇവരാണ് നിയാൻഡർത്തൽസ്. ഇവർ നമ്മളെ പൂർവികരല്ല, പക്ഷേ ഇവരും നമ്മളും ഒരേ പൂർവികരിൽ നിന്നാണ് വന്നത്. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് വലിയ ബ്രെയിനാണ്, നമ്മളെക്കാളും കുറച്ച് വലിയ ബ്രെയിനാണ് ഇവർക്ക്. ഇവർ കൂട്ടം കൂടിയേ കാണത്തുള്ളൂ. ആഫ്രിക്ക ഇവരെ കണ്ടിട്ടില്ല, പക്ഷേ ഇവർ യൂറോപ്പിലാണ് കാണപ്പെടുന്നത്. ഇവരെ ഇമ്മ്യൂണിറ്റി പവർ കുറവായതുകൊണ്ടാണ് ഇവർക്ക് വംശനാശം സംഭവിച്ചത്. ഓൾമോസ്റ്റ് മനുഷ്യരെ പോലെ തന്നെ ഇവരെന്തിനാണ് വയസ്സായവരെയും രോഗികളെയൊക്കെ അപ്പോൾ നോക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ മനുഷ്യരെ മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിടുന്നത് പോലെ അപ്പോൾ ഇവർ മനുഷ്യരെ മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിടുമായിരുന്നു. ഇപ്പോൾ ഇവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് കാരണമാണ് ഇവർക്ക് വംശനാശം സംഭവിച്ചത്.